ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീഡിയോ ആദ്യമായി കാണുന്നവരെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അപ്പം ഇന്നത്തെ വീഡിയോയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. മരത്തിൽ ഒരു കുഞ്ഞു മരമാണ് കേട്ടോ. ഇതാ നോക്കൂ, ഇതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇതാ ആകാശമൊക്കെ നോക്കി. ഇപ്പോൾ വൈകിട്ടൊരു 5:30 ആയിട്ടുണ്ട്. ഇപ്പം നല്ല പൂവൊക്കെ ഉണ്ട്. നല്ല 2 പൂവ് ഇവിടെ കാട് നിറച്ചും പൂവുണ്ട് കേട്ടോ. ഇത് മാത്രമല്ല, ഇവിടെയൊക്കെ പൂവുണ്ട്. നോക്കൂ, ഇവിടെ മൊത്തം പൂവുണ്ട്. അപ്പം നമുക്ക് ഫുള്ളായി കാണാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതെന്ത് പൂവാ? കാടിത്തെ പൂവാണ് കേട്ടോ. കാടിൻ്റെ പൂവാണ്, അതും കാടിൻ്റെ പൂ തന്നെയാണ് കേട്ടോ. ആ മഞ്ഞ കളർ കാണുന്നത് അത് കുറേ ഉണ്ട് ഇവിടെ. പിന്നെ ഇത് പുളിമരമാണെന്ന് തോന്നുന്നു. പുളിമരമാണെന്ന് തോന്നുന്നു. ഇവിടെ അധികമായിട്ടുള്ളത് ഇത് തന്നെയാണ്, വാഴ തന്നെയാണ്. ഇവിടെ അധികമായിട്ടും വരുന്നത് വാഴ തന്നെയാണ് കേട്ടോ. ഇതാ ഇച്ചിരിയാണ് ഇവിടെ വരുന്നുള്ളത്. നോക്കൂ, അപ്പം ഇത്രയാണ് ഇവിടെ അധികമായിട്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇതാണ് അടക്കമരം. ഇതാ നമുക്ക് ഫാസ്റ്റ് വിറ്റ് എന്താ പറയുക, ഫാസ്റ്റ് തന്നെ തുടങ്ങാം. ആദ്യം തന്നെ തുടങ്ങാം. ഇവിടെ തീയിട്ടതാണ് കേട്ടോ. ഇവിടെ നിന്നാണ് അത് വേറെ സെൻ്ററാണ്. ഇതാണ് ഞാനിപ്പോൾ കാണിക്കാൻ പറഞ്ഞ സ്ഥലം. ഇതിൻ്റെ നടക്കിലേക്ക് കൂടിയിട്ടാണ് റോഡിലേക്ക് പോകുന്ന വഴി. നോക്കൂ, അവിടെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, മുന്നേ തന്നെ വീഡിയോ ഇട്ടു. ഇവിടെ വീഡിയോ ഇടാൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ഇവിടെയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അത് കുറേ ദിവസം മുമ്പാണ് വീഡിയോ ചെയ്തിട്ടുണ്ടാകുന്നത്. ഇത് ഇന്നത്തെ പുതിയൊരു നല്ല വീഡിയോ ആണ്. ഇവിടെയും അവിടെയും അധികം, അവിടെ അങ്ങനെ മരമൊന്നുമില്ല, 4-5 മരം വാഴ അങ്ങനെയൊന്നുമില്ല. അവിടെ മൊത്തം കവുങ്ങാണ്. ഇവിടെ അതേപോലെയാണ്, ഇവിടെ മരമൊന്നുമില്ല. കുറച്ച് വാഴയും 2-3 മരമൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് വാഴയും അധികം കവുങ്ങുമാണ്. ഉണ്ട്, വീട്ടിലോട്ടേക്ക് ഉണ്ട്. ഇതാണ് നമ്മൾ വീട്ടിലോട്ടേക്ക് പോകുന്ന വഴി. എൻ്റെ നെക്കിലൊക്കെ കാണുന്നുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നോക്കൂ. ഇത്രയാണ് ഉള്ളത്. വായ ഇതാ നോക്കിക്കോളൂ. ഇവിടെയൊക്കെ നോക്കൂ. ഇത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു, എന്നാലും ഒന്നും കൂടി ഇട്ട് തരാം. ഇത് നല്ല പൂവ് പിടിച്ചിരുന്നു കേട്ടോ. നല്ല പൂവൊക്കെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചെമ്പരത്തി, കുറേ ചെമ്പരത്തിയൊക്കെ ഉണ്ട്. പിന്നെ എന്ന് പറയുന്നത് ഇവിടെ നോക്കൂ, ഇവിടെ ഒരു വലിയ മരം വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഇത് കുച്ചിലത്തെ ഭാഗമാണ്. കുച്ചിലത്തെ ഭാഗം നോക്കൂ, കുച്ചിലത്തെ ഭാഗം. ഇവിടെ കുറച്ച് ഇതൊക്കെയുണ്ട്. പേരക്കാമരമാണത്. ഇതൊക്കെ കവുങ്ങാണ്. ഇത് തെങ്ങ്. പിന്നെ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു തക്കാളി തൈ, ഇത് മുളക് തൈയാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊരു മുളക് തൈ, ഒരു തക്കാളി തൈ, പിന്നെ അതിൽ പയർ തൈ, വള്ളിപ്പയർ, എന്തോ പയറാണ്, വെള്ളപ്പയർ. പിന്നെ ഇതെന്തോ ചെടിയാണ്, പിന്നെ അതെന്തോ വേറെന്തോ ചെടിയാണ്.
പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഇതെന്തൊക്കെയോ ചെടിയുണ്ട് കേട്ടോ, ഒന്നും അറിയാൻ പാടില്ല. അപ്പം നല്ല പടർന്ന ചെടിയുണ്ട് കേട്ടോ. ഇതാ മുകളിലോട്ട് പടർന്നു പോകുന്ന ചെടികളൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് ഉള്ളത്. പിന്നീട് അതിനും ചെടികളൊക്കെ. ഇതൊരു ചുക്ക് മരമാണ്, ചുക്ക് മരം. ഇതാ ചുക്ക് മരമാണ്. ഇവിടെ നോക്കൂ, ചുക്ക് കണ്ടുപിടിച്ചിരിക്കുന്നു. ക്യാമറയിൽ കാണുമെന്നറിയില്ല. ക്യാമറയിൽ കണ്ട് ക്യാമറയിൽ. ഓക്കെ. അപ്പം ആകാശം. ഇതെന്തോ മരമാണ്, ഇതെന്തോ കുന്ത്രാണ്ടം പിടിച്ച മരമാണ്. പിന്നെ ഇത് മാങ്ങമരം. മാങ്ങയില്ല കേട്ടോ, മാങ്ങമരത്തിൽ മാങ്ങയില്ല. അപ്പം നമുക്ക് തേങ്ങ മരം നോക്കാം. മരത്തിൽ തേങ്ങ ഉണ്ടാകും നോക്കാം. മരത്തിൽ തേങ്ങയുണ്ട്. അപ്പം ചെക്കമരം, പ്ലാവ് എന്നാണ് എന്താ പറയുക. പിന്നെ ഇവിടെ ഒരു വായ വെച്ചിട്ടുണ്ട്, കുഞ്ഞു ഒരു വായ. പിന്നെ ഇവിടെ ഒരു കുഞ്ഞ് തെങ്ങും കൂടി വെച്ചിട്ടുണ്ട്, കുഞ്ഞു തെങ്ങ്. കറിയും ചപ്പിളിയാണ്, കരിയാൻ ചപ്പിള. ഇതൊക്കെ കരിയാൻ ചപ്പിളാണ്. പിന്നീട് മറ്റേ പപ്പായ മരം. കാണിച്ചു തരാം കേട്ടോ, കണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. ചിലപ്പോൾ കാണും, കണ്ടില്ലെങ്കിൽ കാണിക്കുന്നതല്ല, അത് നിങ്ങൾക്കറിയാവുന്നതല്ലേ. കണ്ടാൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഒരു മാവ് വിളി ശബ്ദം കേട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പറയാനുള്ള റീസൺ. ഇവിടെ എന്ന് പറയുന്നതില്ലേ ഇവിടെ പറയുന്നത് മായിൽ ഫാം തന്നെയാണ് കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എപ്പോഴും ഉണ്ടാകുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്കിപ്പം മാവ് എന്ന ശബ്ദം കേട്ടിട്ടുണ്ട്. നമുക്ക് പരതി നോക്കാം കേട്ടോ. ഞാൻ പരതി നോക്കാം. അപ്പം നിങ്ങൾ എന്താ ചെയ്യുക, ആ സമയം കണ്ടിരുന്നാൽ മതി. ഇപ്പം പരതുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കണോ എന്ന് അറിയില്ല. ഞാൻ മയിലിനെ കണ്ടാൽ മാത്രം ഇതിൽ മയിലിൻ്റെ ദൃശ്യം ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവുന്നതല്ല. ഇതിവിടെ കോളമുണ്ട്, മീനിരുന്ന കോളമാണ്. ആട് ശബ്ദം കേൾക്കുന്നില്ലേ? വീട്ടിലത്തെ ആട് കുട്ടികളാണ് കരിയുന്നത്. അപ്പം ഞാൻ കുറേ പരുതി നോക്കിയിട്ടുണ്ട്. മയിലിനെ എവിടെയും കണ്ടില്ല. ഇനി ഒരു പക്ഷേ കണ്ടാൽ ഞാൻ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിലല്ല, ഈ വീഡിയോയിൽ തന്നെ ആയിരിക്കും. പിന്നെ ഇനി നെക്സ്റ്റ് എവിടെയെങ്കിലും കണ്ട അവിടെ നിന്നാണ് സൗണ്ട് കേട്ടത്, ഒരു മാവ് ശബ്ദം. കാണുന്നില്ല കേട്ടോ, പരുതിയിട്ട് ഇവിടെ നിന്നാണ് മാവ് ശബ്ദം കേട്ടത്. അപ്പം നമ്മൾക്ക് ഇനി ഒരിടം കൂടി നോക്കാണ്ട് ഗൈസ്. അപ്പം നമ്മൾക്ക് ആ സ്ഥലത്തേക്കൊന്ന് പോയി നോക്കാം. ആ സ്ഥലത്ത് അധികം ഉണ്ടാവാറുണ്ട്. ചിലപ്പം പെരൻ്റെ മുറ്റത്തൊക്കെ ചെടിയെല്ലാം തിന്നാൻ വരാറുണ്ട്. പെരൻ്റെ മുറ്റത്ത് ചെടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കണ്ട ചെടിയെല്ലാം മുളകിൻ്റെ തൈ അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഒരു പയറിൻ്റെ തൈനെയാണ് കൊത്തി തിന്നത്. ഈ ഭാഗത്താണ് ഉണ്ടാവുന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കുന്നുണ്ട്, കണ്ട ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരുന്നതാണ്. നോക്കൂ, മയിലില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം, അന്വേഷിച്ച് നോക്കാം. ഇതാ മയിൽ ഇങ്ങനെ പരുതാൻ വേണ്ടി പോവുകയാണ്. അപ്പം മയിലിനെ പരുതാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ മയിലിനെ അടുത്തേക്ക് ഒരു പ്രാവ് പറഞ്ഞു, മയിലില്ല. ഇതാ ഇവിടത്തേക്ക് ഇത്ര വന്നു, മയിലിനെ കാണുന്നില്ല കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. അപ്പം ഇവിടെ ഇല്ല. അതല്ല, അതിൻ്റെ പക്ഷിയാണ്. നമ്മൾക്ക് ഒരിടവും കൂടി പരുത്താനുണ്ട്.
ഇനി നാളെ ഈ വീഡിയോ ഇന്ന് തന്നെ വരുന്നതായിരിക്കും. നാളെ ഒരു വീഡിയോ റീൽ ഇടുന്നുണ്ടെങ്കിൽ അതിൽ തീർച്ചയായും മയിലുണ്ടായിരിക്കുന്നതാണ്. ഇന്ന് വീഡിയോ കഴിഞ്ഞാലോ അല്ലെങ്കിൽ നാളെയോ മയിൽ വരുമ്പോൾ എന്തായാലും നാളെ മയിൽ വരും. അധികം പകൽ സമയമാണ്, നമ്മൾ 6 മണി 6:30 അങ്ങനത്തെ സമയത്തൊക്കെയാണ് മയിൽ വരുന്നത്. പിന്നെ ഉച്ച ഒരു 9 മണി അങ്ങനത്തെ സമയമൊക്കെ ആകുമ്പോൾ, രാത്രിയല്ല രാവിലെ 9 മണി, പിന്നെ വൈകിട്ട് അങ്ങനത്തെ സമയമൊക്കെ ആകുമ്പോഴാണ് വരാറുള്ളത്. ഇന്ന് കണ്ടിട്ട് നേരത്തെ ഉണ്ടായിരുന്നു, നേരത്തെ ഒരു 10 മണി അങ്ങനത്തെ സമയത്ത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഞാൻ കുറേ പരിധി ഇപ്പോൾ ഒരു മ്യാവ് ശബ്ദം കേട്ട് കാണുന്നില്ല മയിലിനെ. ഇപ്പം ആട് കൂക്കുന്നുണ്ട്, ആട്ടുകുട്ടികൾ കൂക്കുന്നുണ്ട് കേട്ടോ. ഇതാ നല്ലൊരു മുല്ലയാണ്, കാട്ടുമുല്ലപ്പൂ. മുല്ലപ്പൂ എന്തോ പൂവാണ്, കാട്ടുപോലത്തെ പൂവാണ്. പിന്നെ ഇതെന്താ, പിന്നെ ഒരു കാര്യം കൂടി ചെയ്യാണ്ട് കേട്ടോ. ഇവിടെ നോക്കൂ, വലിയൊരു കെട്ട്. ഇതാ നോക്കൂ. ഇനി നെക്സ്റ്റായി ഇതാ, ഇത് നിങ്ങൾക്ക് എന്താണെന്നറിയോ? ഈ പൂത്ത് നിൽക്കുന്നത് എന്താണെന്നറിയോ? ഇതറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഈ പൂത്ത് നിൽക്കുന്നത് എന്താണെന്ന് അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. വേണ്ട, നിങ്ങൾക്ക് അറിയില്ലാന്ന് തോന്നുന്നു. ഞാൻ മുന്നേ പറഞ്ഞുതരാം. ഈ പൂത്ത് നിൽക്കുന്നതാണ്, ഈ മരത്തുമ്മൽ പൂത്ത് നിൽക്കുന്നതാണ് റംബൂട്ടാൻ. ഇവിടെ റംബൂട്ടാൻ മരമുണ്ടായിരുന്നു. മരവാത്തങ്ങാണ്ട് തയ്യാണ്ട് പറയുന്നത് മരം. ഇവിടെ റംബൂട്ടാൻ തൈ ഉണ്ടായിരുന്നു, അതിൽ പൂത്തിട്ടിരിക്കുകയാണ്. ഇതാ നോക്കൂ, റംബൂട്ടാൻ തൈയിൽ നിറയെ പൂത്തിരിക്കുന്നുണ്ട്. കാണിച്ചു തരാം. ഇതാ റംബൂട്ടാൻ തൈയിൽ ഇതാ പൂത്തിരിക്കുന്ന ദൃശ്യം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പതിക്കുകയാണ്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ നല്ല വൃത്തിക്ക് പൂത്തിരിക്കുന്നത്. പിന്നെ മറ്റേ എന്തിയപ്പാ കൊറട്ടിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇട്ടില്ലേ? ഞാൻ നോമ്പിൻ്റെ സമയത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. നോമ്പ് 25, 23 പൂ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ വലിയ വീഡിയോ കാണാത്തവരെങ്കിൽ എൻ്റെ ചാനൽ കയറി സെർച്ച് ചെയ്ത് നോക്കുക. ഇപ്പോൾ കുറേ സമയമായിട്ടോ മ്യാവ് ശബ്ദം കേൾക്കുന്നു. നമുക്ക് പോയി നോക്കാം. അപ്പം നമ്മൾക്ക് കുറേ സാധനങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഏതാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാം. അത് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, കമൻറ്റ് ചെയ്യാതിരിക്കരുത്. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുടിക്കാവുന്ന ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഇതേപോലത്തെ വീഡിയോയുമായി ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.